പെരിന്തൽമണ്ണയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതാണ്. പുലിയുടെ ദൃശ്യങ്ങൾ രണ്ടുപേരും കിട്ടിയിരുന്നു. സംഭവ സ്ഥലത്ത് ഇപ്പോൾ സമീർ ബിൻ കരീം എത്തിയിട്ടുണ്ട്. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ പുലിയെ ഉണ്ടോ പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുലിയുടെ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞ പെരിന്തൽമണ്ണ മണ്ണാർമല മാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ തൊട്ടു പുറകിലുള്ള ഈ റോഡാണ് മുറിച്ചു കടന്ന് പുലി ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വനമേഖലയിൽ നിന്നും പുലി അവിടെ നിന്നും ഓടിയെത്തി ഈ റോഡ് മുറിച്ചു കടന്നുകൊണ്ട് ഇതുവഴി ഈ മലയുടെ മേഖലയിലേക്ക് പോകുന്നതാണ് നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ തന്നെ പുലിയുടെ ഭീഷണി ഇവിടെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഈ ഭാഗത്തൊരു ക്യാമറ സ്ഥാപിച്ചത്. അങ്ങനെ ആ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. നമ്മോടൊപ്പം എടുത്ത നാട്ടുകാർ ചേരുകയാണ്. പഞ്ചായത്ത് അംഗം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ദിവസമായിട്ട് ഈ പ്രശ്നമുണ്ടോ? ഇന്നലെയാണല്ലേ പുലി നമ്മൾ ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞത്? അവസാനമായിട്ട് ഇന്നലെയാണ് കണ്ടിട്ടുള്ളത്, രാത്രി 10:30. അതിന് തൊട്ട് മുൻപ് 28-ാം തീയതി ഇതേ രീതിയിൽ യാത്രക്കാർ കണ്ടിട്ട് ഇവരെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ക്യാമറയുടെ ഇതൊക്കെ ശരിയാക്കിയിട്ട് ഒന്നുകൂടി പ്രവർത്തനം സജ്ജമാക്കിയത്. ഇതൊരു ജനവാസ മേഖലയാണോ? അതെ, ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇതിന് തൊട്ടപ്പുറത്തായിട്ടൊരു വീടിന്റെ CCTV ക്യാമറയിലും ഇതിന് മുൻപ് ഇതേ രംഗം പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് തൊട്ട് വീടിനോട് 50 മീറ്റർ അടുത്തായിട്ടുള്ള ദൂരത്താണ് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നത്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പൊ എന്താണ് പറയുന്നത്? കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചു എന്ന് അറിയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുൻപ് ഒരു പ്രാവശ്യം 1 വർഷം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ കേണി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ നിലമ്പൂർ RRT അംഗങ്ങൾ സ്ഥലത്തെത്തിയിട്ട് കൂട് സ്ഥാപിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ മറ്റു ഇടങ്ങളിൽ ഈ പുലി ഭീഷണി ഉണ്ടല്ലേ? താങ്കൾ പുലിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ? നമ്മള് കുരങ്ങ് നാട്ടാൻ വേണ്ടി നായ്ക്കളെ വളർത്തിയിരുന്നു. 9 നായ്ക്കളെ കൊണ്ടുപോയി. പുലി കൊണ്ടുപോയി? 5 വലിയതും 4 കുട്ടികളെയും ഇത് കൊണ്ടുപോയി ഭക്ഷണം. എന്നാണ് ഇത് നടക്കുന്നത്? ഇത് ഒക്കെ 1 വർഷം ഒക്കെ അതിന്റെ ഉള്ളിലായിട്ടും പിന്നെ അമ്മിനിക്കാടും ഇതിന്റെ ഒക്കെ ഭാഗം തന്നെയാണ്. അവിടെ പോത്തിനെ കഴിച്ചു. പിന്നെ ഇവിടുന്ന് ആടുകൾ മിസ്സായിക്കണു. കുറെ വളർത്തുമൃഗങ്ങൾ ഇപ്പൊ ഉപദ്രവിക്കൽ തുടങ്ങിയിരിക്കുന്നു. ആദ്യം അതുണ്ടായില്ല. പിന്നെ ഇത് ഇവിടെ റോഡ് നല്ല അറക്കല്ല ഭാഗമാണ്. ഇതിൽ ഏത് ടൈമിലും വണ്ടിന്റെ ഒക്കെ മുമ്പിൽ ചാടി വലിയ അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തിന്റെ ഒപ്പം തന്നെ പട്ടിക്കാട്, ഈ അമ്മിണിക്കാട്, ഒപ്പം തന്നെ മുള്ളിയാകുറിശി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുലി ശല്യം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി നായകളെയും ആടുകളെയും ഒക്കെ തന്നെ പുലി ഭക്ഷിച്ചു എന്നുള്ളതാണ് ഈ നാട്ടുകാരെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡ് എന്ന് പറയുന്നത് അതിവേഗത്തിൽ വാഹനങ്ങൾ വരുന്ന ഇടമാണ്. ഈ വാഹനത്തിന് മുൻപിലേക്കൊക്കെ തന്നെ ഈ പുലി ചാടുകയും അത്തരം ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്ത് അത് വലിയ അപകടത്തിലെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വനം വകുപ്പ് കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ പുലി കൂട്ടിലാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. പെരിന്തൽമണ്ണയിൽ പുലി ഇറങ്ങിയെന്ന വാർത്ത അറിഞ്ഞ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തുകയായിരുന്നു.